എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലിറ്റി ആയിരുന്നു. മാർക്കറ്റിൽ മോർണിംഗ് തൊട്ട് ഓപ്പണിങ് നല്ല ഹൈയിൽ ഓപ്പണിങ് വന്നു. ഇത് നിഫ്റ്റിയാണ്. ഹൈ ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം, സെല്ലിങ് എൻട്രി എടുക്കാം. നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിൽ വരുന്നുണ്ട്. പ്രീവിയസ് ഡേ ലോയുടെ താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. CPR വെച്ചിട്ടാണെങ്കിൽ നമുക്കിവിടെ എൻട്രിയാണ്, സെല്ലിങ് എൻട്രിയാണ്. ഇവിടുന്ന് വൺ സൈഡ് മൂവ്മെൻറ്റ് വന്ന് താഴെ വരെ നമുക്ക് നല്ലൊരു ചാൻസ് വരുന്നുണ്ട്. ഏകദേശം 170-180 പോയിൻറ്റിൻ്റെ ചാൻസ് വരുന്നുണ്ട്. ഇവിടുന്ന് ഇത് S1 മുകളിൽ കയറിയിട്ട് ഇടാൻ തുടങ്ങി നമുക്ക് എൻട്രി എടുത്താൽ ബൈ ചാൻസും വന്നിട്ട് അതും വീണ്ടും 260-170 പോയിൻറ്റ് തരുന്നുണ്ട്. ഇവിടെ വീണ്ടും സെല്ലിങ് ചാൻസ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇത്രയും വോളറ്റൈലിറ്റിയുള്ള മാർക്കറ്റിൽ ആൾക്കാരൊന്ന് പേടിക്കും. ഇതുപോലൊക്കെ റേഞ്ചുകൾ വന്നാലും ആൾക്കാരൊന്ന് പേടിക്കും. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ കഴിവതും മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. ബാങ്ക് നിഫ്റ്റിയും സെയിം മൂവ്മെൻ്റ് ആയിരുന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി വൺ സൈഡ് താഴോട്ട് പോയി ഏകദേശം 500-550 പോയിൻറ്റ് താഴെ പോയി. അതിനുശേഷം തിരിച്ച് ആവറേജ് കയറി വന്നു, തിരിച്ച് വീണ്ടും ഇറങ്ങി വന്നു, തിരിച്ച് വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഇതിനകത്ത് 2 എൻട്രി ഈസിയായിട്ട് പറ്റും. പക്ഷെ നമ്മൾ നോക്കിയിരുന്ന് ട്രേഡ് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഹൈ വോളറ്റൈലിറ്റി ഉള്ളപ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. നാളത്തെ മാർക്കറ്റ് നമ്മളിപ്പോഴും വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റൊക്കെ ഫ്ലാറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റ് ടു നെഗറ്റീവാണ് കാണിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി വന്നിട്ട് ജസ്റ്റ് ഒരു പ്ലസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ മോർണിംഗിലെ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങും അമേരിക്കൻ മാർക്കറ്റ് മൂവ്മെൻറ്റിനും ഒക്കെ അനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകും. വലിയ ഹെവി മൂവ്മെൻറ്റ് ഓപ്പണിങ് വരുവാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഹെവി മൂവ്മെൻറ്റ് വരാനാണ് എപ്പോഴും ചാൻസ് കൂടുതൽ. കാരണം ഈ ഇലക്ഷൻ്റെ ഒരു ഇതായേണ്ടതുകൊണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. 16 ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ലോയിൽ കാണുന്ന ഷെയറുകൾ കുറച്ച് വീക്ക്നെസ് കാണിക്കുന്നതായിട്ട് തോന്നുന്നുകൊണ്ട് എടുത്ത് വെച്ചാണ്. ബ്രിഗേഡ് എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റിൽ നിന്ന് അത്രയും ഹെവി ഹൈയിൽ പോയിട്ടും അത് ഈ ഒരു 1100 റേഞ്ചിൽ തന്നെ നിന്ന് ട്രേഡ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഷെയർ നാളെ ഒന്നുകിൽ ഈ ഹൈ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ അതല്ല എങ്കിൽ ഈ R1 റേഞ്ചിൽ നിന്ന് നല്ല രീതിയിലൊന്ന് ഇറങ്ങിത്തരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോളോ ടയർ വന്നിട്ട് ഈ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്. അതല്ല എങ്കിൽ ഈ ഹൈയോ R1 റേഞ്ചോ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ട്രൈറ്റർബൈന് ഇന്ന് വോളിയം വലിയ വോളിയം ഇതിനകത്ത് 30 ലക്ഷം കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നോക്കട്ടെ, 30 ലക്ഷം കാണിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ടൈമിൽ പല സമയത്തും വോളിയം കുറവായിട്ടാണ് ട്രേഡിങ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ R1 R2 റേഞ്ച് R1 റേഞ്ചിൽ പോയിട്ട് ഇപ്പോൾ 620 പോയിട്ട് 616 കട്ട് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ എൻട്രി എടുക്കാം. അപ്പോഴത്തെ ആ ഒരു മൂവ്മെൻറ്റിനെ അനുസരിച്ചൊക്കെ നോക്കി നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബ്ലൂ സ്റ്റാർ കോർപ്പറേഷനും എനിക്ക് തോന്നുന്നത് ഈ R1 പ്രീവിയസ് ഡേ ഹൈ അടുത്തടുത്ത് ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ്. MRO ടെക്ക് നോക്കി ചെയ്യുക. അതിനകത്ത് മൂവ്മെൻറ്റ് ചെറിയ ഷെയറാണ്. ഈ R1 ഹൈ അതായത് 115.78 ആവറേജ് R1, പിന്നെ 116.20 ഹൈ. അത് രണ്ടിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ, അതല്ല 120 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. 120 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 118-90 താഴെ ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കാം, നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ഈ കാർബൺ യൂണിവേഴ്സൽ നോക്കുക. ഇത് ആവറേജിനടുത്താണ് ക്ലോസിങ് കാണിക്കുന്നത്, 1647-46. അപ്പോൾ ഇത് ചിലപ്പം ഈ ഹൈ ഒന്നും പോയില്ല എങ്കിൽ ഇപ്പം ഒരു 10 രൂപയൊക്കെ ക്ലോസിങ് എന്നൊരു 10-15 രൂപ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ആവറേജിന് താഴോട്ട് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം, നല്ല ചാൻസ് കിട്ടുമെന്നാണ് തോന്നുന്നത്. അതുപോലെ ISMT എന്ന് പറഞ്ഞ ഈ ഷെയർ 111-12 അല്ലെങ്കിൽ 115 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല 110-11 റേഞ്ചൊക്കെ പോയിട്ട് 110 കെട്ടുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഉബ്രോയ് റിയാലിറ്റി നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ മൂവ്മെൻറ്റ് ബാക്കി കാണാം. റിസൾട്ട് നല്ലതാണ്. അതുപോലെ NCC
R1 R2 റേഞ്ച് വരെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ശ്രദ്ധിക്കുക. തിത്താഗ്ര എന്ന് പറയുന്ന ഈ ഷെയർ ഇത് R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. അതല്ല പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാം. കിർലോസ്കർ ബ്രദേഴ്സ് സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. ആവറേജ് തന്നെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ആവറേജ് തന്നെ ക്ലോസിങ് വന്നപ്പോൾ തിരിച്ച് നാളെ വീണ്ടും ചിലപ്പോൾ നല്ല രീതിയിലൊന്ന് കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും നമുക്ക് ഇപ്പം ഇത് കയറുന്നില്ല. ഇപ്പോൾ ഒരു 10-15 രൂപ ഹൈയിൽ ഓപ്പണായിട്ട് ഈ ആവറേജ് പ്രൈസ് താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഷെയറിനകത്തൊക്കെ ക്വാണ്ടിറ്റി ചെറുതായിട്ട് എടുക്കുക. ഈ കിർലോസ്കർ ബ്രദറെ ഒബ്രോയൊക്കെ നല്ല റിസൾട്ട് തന്ന ഷെയറാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ചിലപ്പം മൂവ്മെൻറ്റ് ബാക്കി കാണാം. അതുപോലെ ശ്രീ പുഷ്ക് എന്ന് പറയുന്ന ഈ ഷെയർ 200 മുകളിൽ പോയിട്ട് ഈ റേഞ്ച് കട്ടിയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല 206 പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ സൊമനി സെറാമിക് എന്ന് പറയുന്ന ഈ ഷെയർ അതും ഈ 745, 46 R1 ഹൈയും തമ്മിൽ ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഈ ഷെയർ ഇറങ്ങി വരും. ഈ ഷെയർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഇതും ശ്രീ പുഷ്ക് ഈ 2 ഷെയർ 1, 2, തിത്താഗ്ര 3, പിന്നെ ഈ ബ്രിഗേഡ്, അപ്പോളോ ടയർ ഈ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ ഇതിനകത്ത് കുറച്ച് ഷെയറുകൾ നമുക്ക് ഇന്ന് 15 ഷെയർ എടുത്തതിൽ 6-7 ഷെയർ നമുക്ക് ചാൻസ് തന്നു. പക്ഷേങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് നോർമൽ നമുക്ക് ഡെയിലി കിട്ടുന്ന പോലെ ഇന്നത്തെ ദിവസത്തിൽ തന്നിട്ടില്ല. അപ്പോൾ 1-2 ഷെയർ ഞാൻ കാണിക്കാം. TBOTech എന്ന് പറയുന്ന ഫസ്റ്റിലത്തെ ആ ഷെയർ ഇതുണ്ടല്ല, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഞാനിവിടുന്ന് ഒരു എൻട്രി ഈ റേഞ്ചിൽ എടുത്ത് 56 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താലും നമുക്ക് 22 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. വീണ്ടും തിരിച്ച് അവിടെ തന്നെ ഇവിടുന്ന് വീണ്ടും എൻട്രി എടുത്ത് നമുക്ക് ഇവിടെ നല്ലൊരു എൻട്രി എടുക്കുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു 454 റേഞ്ചിൽ പോയാൽ നമുക്ക് 445, 8-9 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. അതേ ഉള്ളൂ, ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ളൂ. അതുപോലെ ബ്രിഗേഡ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചില്ല. അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈയിലോട്ട് പോകും. അതാണ് 10 രൂപ 12 രൂപ, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ 1097 എന്നത് നമുക്ക് 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. ഇവിടെ നല്ലൊരു എൻട്രി തരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ എൻട്രി തരുന്നുണ്ട്. പക്ഷേങ്കിൽ നല്ലൊരു നോർമൽ നമുക്കാണെങ്കിൽ 1 സൈഡ് മൂവ്മെൻറ്റ് തരാറുണ്ട് പല ഷെയറുകളും. പക്ഷേ ഇതിനകത്തൊന്നും ഇന്നത്തെ ദിവസം ഈ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയുടെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഷെയറുകളിൽ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് കിട്ടിയില്ല. MROTECHനകത്തും നമുക്ക് വലിയ മൂവ്മെൻറ്റില്ല. ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുക. ഇപ്പം 113 എടുക്കുക, 111, 1.5 രൂപയ്ക്ക് അടുത്ത് വീണ്ടും കട്ടാവും. വീണ്ടും ഇവിടെ 113 നമുക്ക് ചാൻസ് തരും. വീണ്ടും ചെറിയ ചാൻസുകളേ ഉള്ളൂ. 1 രൂപ 1.5 രൂപയുടെ ഡിഫറൻസ് കിടക്കും. പിന്നെ ITI എന്ന് പറയുന്ന ഷെയർ ആവറേജ് നമുക്ക് ചാൻസ് ഉണ്ട്. ITIയുടെ ആവറേജ് എന്ന് പല ഷെയറുണ്ട്. ITIയുടെ ആവറേജ് 315 ITIയുടെ ഇതുണ്ടല്ലേ 316 വരെ വന്നിട്ട് നമ്മൾ 315 താഴെ 314 റേഞ്ച് വേണ്ടി എടുത്താൽ 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. 1 സൈഡ് മൂവ്മെൻറ്റ്. അതുപോലെ DYCLും ആവറേജ് ചെയ്യുന്ന നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് തന്നിട്ടുണ്ട്. 602 DYCLിൻ്റെ ഇത്. DYCL 602. അത് ഇത് 600 ഇവിടം വരെ ഇവിടെ 604 വരെ വന്നു. നമ്മൾ 602 റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ 602 എടുത്താൽ നമുക്ക് 572, 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കഴിഞ്ഞ ദിവസം. വലിയ ഇത് നമുക്ക് ചാൻസ് തന്ന ഷെയറിടില്ലായിരുന്നു. അപ്പോൾ നോക്കി ചെയ്യുക, നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.